നക്ഷത്ര വീതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നക്ഷത്ര വീതിയിൽ 27 നക്ഷത്രക്കാർക്ക് 12 കൂറുകളിലായിട്ട് ഈ വൃശ്ചികമാസത്തിലെ ഗുണദോഷങ്ങൾ എങ്ങനെയെന്നതിൽ തന്നെ കാണുമ്പോൾ ആദ്യമായിട്ട് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽ ഭാഗം വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ചില നേട്ടങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കണ്ടത്. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഗുണങ്ങൾ തന്നെയാണ് കണ്ടത്. വ്യാഴഗ്രഹങ്ങളും അതുപോലെ തന്നെ ചൊവ്വ ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ശുക്രൻ, ഇത് ഈ ഗ്രഹ അടിസ്ഥാനങ്ങളിൽ വരുമ്പോൾ വളരെയധികം കഠിനമായ ദോഷങ്ങളൊക്കെ മാറിക്കൊണ്ട് സമാധാനത്തിലാണ് പോകുന്നത്. എങ്കിലും ഈ ബലചിന്തയിൽ ഒരു ചില നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞതിന് വിപരീത അനുഭവങ്ങൾ ഉണ്ടാവാം. അതെന്തുകൊണ്ടെന്നാൽ അതുകൂടി ഇതിൽ ഉൾക്കൊള്ളിക്കണം. തീർച്ചയായിട്ടും അവരുടെ, അതായത് 6 വയസ്സായ നക്ഷത്രക്കാരും 60 വയസ്സായ നക്ഷത്രക്കാരും അതിലുണ്ട്. അവരുടെ ദശാകാലങ്ങൾക്ക് മാറ്റങ്ങളുണ്ട്. ഈ ദശാകാലങ്ങൾ മാറുമ്പോൾ ഗ്രഹനിലയിൽ, അതായത് ചന്ദ്രരാശി പ്രകാരം പറയുന്ന ബലചിന്തയിൽ മാറ്റങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചില ആളുകൾക്ക് ഈ പറഞ്ഞ അതേ അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ ചരരാശി പ്രകാരം പറയുന്നതിൻ്റെ ദോഷങ്ങളല്ല, മറിച്ച് അവരുടെ ജാതക ചിന്തയിലും നടപ്പ് ദശാകാലങ്ങളും അതിൻ്റെ അപകാര ദോഷങ്ങളൊക്കെ ഉൾക്കൊണ്ട് പറയുമ്പോഴേ അത് പൂർണ്ണതയിലെത്തുള്ളൂ. അതുകൊണ്ട് ഈ രാശിയിൽ പറയുന്നത് നിങ്ങൾക്കേവർക്കും സമാധാനവും ഐശ്വര്യവും സന്തോഷവും തരട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 2024 നവംബർ മാസം 16-ാം തീയതി മുതൽ ഡിസംബർ മാസം 15-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ, അതായത് വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരുന്ന മലയാള മാസ തീയതികളിൽ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, അതായത് മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗമാണല്ലോ. അപ്പോൾ ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെ 2-ാം ഭാവ ചിന്തയിലും അതുപോലെ തന്നെ 3-ാം ഭാവ ചിന്തയിലും അതുപോലെ തന്നെ ഓരോ ഗ്രഹചിന്തയിലെ ഒരു ചില ദോഷങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായി കണ്ടത് ഇവർക്ക് കന്നി രാശിയിൽ വരുന്നു കേതുവിനെ കൊണ്ട് ചില ദോഷങ്ങളാണ്. അപ്പോൾ ഖേദിക്കേണ്ട അവസ്ഥ വരും. അത് പൊതുവെ ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അത് കേതു തന്നെയാണ്. അപ്പോൾ 12-ാം ഭാവചിന്തയിൽ രാഹുവുണ്ട്. അങ്ങനെ വരുമ്പോൾ, അതായത് മീനരാശിയിൽ, അപ്പോൾ മീനൻ രാശിയിലും കന്നി രാശിയിലും വരുന്ന ഈ 2 ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ വളരെ സമാധാനമാണെങ്കിലും ഈ 2 ഗ്രഹങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ വിഷമഘട്ടത്തെ തരണം ചെയ്യാൻ എന്ത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇതിന് തീർച്ചയായിട്ടും നാഗക്ഷേത്ര ദർശനവും നാഗക്ഷേത്ര വഴിപാടും തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായി കാണേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാഗക്ഷേത്രത്തിൽ നാഗപൂജ, അതുപോലെ തന്നെ അല്ലെങ്കിലോ നവഗ്രഹത്തിലെ രാഹു കേതുക്കൾക്ക് പൂജകൾ കഴിക്കും. അപ്പോഴും ഇതിനൊരു പരിധിവരെ സമാധാനമാണ്. അപ്പോൾ നാഗക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നവഗ്രഹത്തിലെ രാഹു കേതു ഈ 2 ഗ്രഹങ്ങളൊക്കെ ആയിട്ട് തൃപ്തി പൂജാകർമ്മങ്ങൾ ചെയ്യാം, സമാധാനപ്പെടുത്തുക. അപ്പോൾ ഗ്രഹങ്ങളുടെ ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ കുറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും മേടൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് സമാധാനം കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മസ്ഥാനത്ത് ചെറിയ തടസ്സങ്ങൾ, കൂടെ നിൽക്കുന്നവർ തന്നെ ചില വാക്കുകൊണ്ട് സങ്കടങ്ങൾ വരിക, തർക്കങ്ങൾ വരിക. അതുപോലെ തന്നെ 4-ാം ഭാവം, അതായത് മേടൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് കർക്കിടക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ, അതുപോലെ തന്നെ ഇപ്പോൾ തത്സമയമാണ്, എങ്കിലും അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരും. അത് കുടുംബത്തിലും ചെറിയ തരത്തിലുള്ള സമാധാനക്കുറവ് വരും. അതായത് ഭവനത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിലാണെങ്കിലും ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടായ്മ വരിക, അതുകൊണ്ട് ചില തർക്കങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങൾ തന്നെ ക്ഷേത്ര വഴിപാട് തന്നെയാണ്, പ്രാർത്ഥനകളാണ് ഏറ്റവും സജീവമായി കാണേണ്ടത്. പ്രാർത്ഥനയും ക്ഷേത്ര വഴിപാടും തീർച്ചയായിട്ടും അതുകൊണ്ട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇവർക്ക് തട്ടകത്തിലെ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കലും ദേഹ പുഷ്പാഞ്ജലി കഴിക്കലും പ്രാധാന്യമായി കണ്ടുകൊണ്ട് ഈ 2 ക്ഷേത്ര വഴിപാടുകൾ, അതായത് രാഹു കേതുക്കൾക്കും ചൊവ്വയ്ക്കുമായിട്ട് വഴിപാട് കഴിക്കുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാര യോഗ്യത കണക്കിലെടുത്തുകൊണ്ട് മേടൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പൂർണ്ണമായ സമാധാനത്തോടുകൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഈ വൃശ്ചിക മാസ ഫലചിന്തയിൽ കാണേണ്ടത്. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ ഇടപാട്, അതിനെക്കുറിച്ച് വരുന്ന ശത്രുദോഷത്തിനൊക്കെ ഈ വഴിപാട് ഒരു പരിധിവരെ സമാധാനം കിട്ടും എന്ന് കാണാം.
എടവൻ രാശി. എടവൻ രാശിയിൽ കാർത്തിക മുക്കാഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന എടവൻ രാശിക്കാരെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ എടവൻ രാശിയിൽ വരുന്നത് എല്ലാ കാര്യങ്ങളും സജീവ സാന്നിധ്യത്തോടെ തന്നെ പൂർണ്ണമായ സമാധാനത്തോടെ തന്നെ ഐശ്വര്യത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും എന്ന് പറയുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. അതായത് എങ്കിലും എത്ര നല്ല സമാധാനം കിട്ടുമ്പോഴും വ്യാഴമാറ്റങ്ങളെക്കുറിച്ചുകൊണ്ട് വ്യാഴ വക്രദിശയിൽ വരുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുമ്പോഴും അനാവശ്യ ധനച്ചെലവുകൾ വരാമെന്നാണ് കണ്ടത്. അനാവശ്യ ധനച്ചെലവുകൾ വരാം. അതുപോലെ തന്നെ തമാശ പറയുന്നതായാലും അത് പിന്നീട് ഒരു ശത്രുസ്ഥാനത്ത് എത്തിപ്പെടാമെന്ന് പറയും. അതായത് ഭാവചിന്തയിൽ വാക്ക് പ്രവൃത്തി കർമ്മം, രണ്ടാം ഭാവചിന്ത മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണ്. ബുധൻ്റെ ദൃഷ്ടിഭാവങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് വാക്ക് പ്രവൃത്തി ഇതിലൊക്കെ ചെറിയ ചില തത്സമയം സമാധാനമാണെന്ന് പറഞ്ഞാലും പിന്നീട് ദോഷങ്ങൾ വരാവുന്ന അവസരങ്ങൾ ഉണ്ടാവാം എന്നാണ് എടവൻ രാശിക്കാരെക്കുറിച്ച് കാണേണ്ടത്. അപ്പോൾ ഒരു ഗ്രഹം നന്നെങ്കിലും മറ്റൊരു ഗ്രഹത്തിൻ്റെ സ്വാധീനം കുറയുമ്പോൾ അതുകൊണ്ട് ഒരു ചില വിഷമങ്ങളുണ്ടാവും. ആ വിഷമങ്ങൾ തരണം ചെയ്യാനും ക്ഷേത്ര വഴിപാട് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അപ്പോൾ ഈ ഇതിൽ വരുന്ന ബുധനാണല്ലോ. അപ്പോൾ ഈ ബുധൻ എന്ന ഗ്രഹം ബുധൻ എന്ന ഗ്രഹത്തിനും ക്ഷേത്രമില്ല. പക്ഷേ വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഇതരഭാഗം, വിഷ്ണുവിൻ്റെ ഇതരഭാഗത്തിൽ വരുന്ന നരസിംഹഭാവത്തിൽ വരുന്ന ക്ഷേത്രത്തിൽ പോയിക്കൊണ്ട് ശത്രുദോഷത്തിനായിട്ടുണ്ട് പാനകം വഴിപാട് കഴിക്കുക. വളരെ നല്ല വഴിപാടാണ്, ചുരുങ്ങിയ ചിലവേ ഉള്ളൂ, എങ്കിലും ആ വഴിപാട് കൊണ്ട് പൂർണ്ണതയിലെത്തിപ്പെടുന്ന പറയും. അതുപോലെ തന്നെ ദേവനും ഒരു വഴിപാട് കഴിക്കുക. പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് കഴിക്കുക. തീർച്ചയായിട്ടും ഈ എടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്കും സർവ്വകാര്യങ്ങളും സാധിച്ചുകൊണ്ട് പൂർണ്ണമായ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വൃശ്ചിക മാസത്തിൽ എടുത്തു പറയേണ്ടത്. മാത്രമല്ല ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് വ്രത അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ ശബരിമല യാത്രകളൊക്കെ വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ സർവ്വകാര്യ സാധ്യത്തിനൊക്കെ ഒരു നല്ല വഴിപാട് തന്നെയാണ് ഈ പറഞ്ഞത്. സർവത്ര ശത്രുദോഷം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. പിന്നീട് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ മകീരത്തിൻ്റെ അരഭാഗം, തിരുവാതിര, പുണർത്തത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന മിഥുന രാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ നേതൃത്വ ഭാവങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്ന അവസരങ്ങളുണ്ട്. രാഷ്ട്രീയക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും വിശ്വാസത്തോടുകൂടെ എല്ലാവരുടെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ, അല്ലെങ്കിൽ തൊഴിൽ മേഖലകളാണെങ്കിൽ അതായത് ജോലി കയറ്റങ്ങളും അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യാപാരങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളും കൂട്ടു സുഹൃത്തുക്കളായിക്കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാകുന്ന സ്ഥിതിയിലൊക്കെ തന്നെയാണ് തത്സമയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴും പിന്നിൽ നിന്ന് ഒരു ശത്രുദോഷങ്ങൾ സംഭവിക്കാമെന്ന് പറയാം. പരിസര ശത്രുദോഷം, അത് ഭവനത്തിൻ്റെ ആവാം അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തിൻ്റെ ആവാം. പരിസര ശത്രുദോഷം അതായത് അതിന് പറയുന്നത് ഇവരുടെ വളർച്ചകൾക്ക് അതീതമായിക്കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ചില അവസരം വരുമ്പോൾ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ വിശ്വാസവഞ്ചനകളോ തർക്കങ്ങളോ ദോഷങ്ങളൊക്കെ ഉണ്ടാവാം. ഇത് പൂർണ്ണമായൊരു സമാധാനം തരില്ല എന്ന് പറയും. മനഃസ്വസ്ഥത കുറയും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതും ശിവക്ഷേത്രത്തിലാണ് വഴിപാട്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാട് കഴിക്കും. അത് ഇളനീർ ധാരയാണെങ്കിൽ വളരെ വിശേഷമാണ്. ദേവന് ഇളനീർ ധാര കഴിക്കുക. അതുപോലെ തന്നെ ഒരു നിവേദ്യം അലങ്കാരത്തിനായിട്ട് കൂവളമാലയും ഒരു കടാവിളക്കം കഴിക്കുക. തീർച്ചയായിട്ടും ഇവരുടെ സർവ്വകാര്യം സാധിച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായും തത്സമയം നടക്കുന്ന ചരരാശി പ്രകാരം വരുന്ന സർവ്വദോഷത്തിനും ഇത് സമാധാനം കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ പ്രാകൃദോഷങ്ങളും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഐശ്വര്യ സമാധാനത്തോടെ ശിവക്ഷേത്ര ദർശനം കൂടി നടത്തുക. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ വ്രതങ്ങൾ എടുക്കുക. ഇതൊക്കെ ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക. അങ്ങനെ ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ശിവക്ഷേത്ര ദർശനവും ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുമ്പോൾ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ശബരിമല യാത്ര അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വ്രതങ്ങൾ എടുക്കുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ്. വ്രതനിഷ്ഠാനത്തോടെ ചെയ്യേണ്ട വഴിപാട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
കർക്കിടക രാശി. കർക്കിടക രാശിയിലെ പുണർത്തത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം, ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ച് സ്വസ്ഥത മനസ്സിന് കുറയുന്ന സ്ഥിതികൾ തന്നെയാണ് കാണുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ അലോസരങ്ങൾ വരിക. എന്നാൽ മറ്റൊരാളോട് ഷെയർ ചെയ്യാനോ പറയാനോ പറ്റുന്ന ഒരു സ്ഥിതി ആയിരിക്കില്ല, എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ വരാം എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മനോവേദനകളാണ് വരിക. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, വലുതായിരിക്കില്ല, എങ്കിലും അതിനെക്കുറിച്ചുകൊണ്ട് തന്നെ ആവലാതിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് അത് വലുതാക്കി പരിമിക്കേണ്ട ചില അവസരങ്ങൾ. ഇതിൻ്റെ കാരണങ്ങൾ എത്തിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ 5-ാം ഭാവം, അതുപോലെ തന്നെ 6-ാം ഭാവം എന്നുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ വരുമ്പോൾ അതുകൊണ്ട് വരുന്ന ചില ശത്രുദോഷങ്ങളാണ്. അപ്പോൾ ഇവർക്ക് വൃശ്ചികരാശി, അതുപോലെ തന്നെ ധനുരാശി, ഈ രാശികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടിഭാവം കൊണ്ടും ചില ദോഷങ്ങൾ വരാമെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഈ കർക്കിടക രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരാം. കുടുംബത്തിലെ അവിചാരിതമായിട്ട് കുടുംബനാഥനായിട്ടോ അല്ലെങ്കിൽ പരസ്പര ആയിട്ടോ വിദ്വേഷങ്ങളോ കലഹങ്ങളൊക്കെ വരാമെന്ന് പറയും. ഇത് ഒരു തർക്കദോഷങ്ങളാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കുറിച്ചുകൊണ്ടും കലഹങ്ങളോ വാക്കുതർക്കങ്ങളൊക്കെ വരാം. ഇത് വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യയ്ക്ക് ചില ദോഷങ്ങളാണ് സംഭവിക്കുക എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാസരസ്വതി ക്ഷേത്രത്തിൽ വിദ്യാസൂക്ത പുഷ്പാഞ്ജലി കഴിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരാണെങ്കിൽ അത് തർക്കദോഷങ്ങളില്ലാതിരിക്കാനായിക്കൊണ്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്ര ദർശനവും അതിൽ പ്രാക്ക് ശത്രു മുട്ടുകളൊക്കെ തീർത്താൽ വളരെ ഉചിതമാവുന്ന വഴിപാട് കർമ്മങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലെ അലോസര കഷ്ടങ്ങളൊക്കെ പറയുമ്പോൾ അതിനും ഈ ശത്രുദോഷ സംഹാര പുഷ്പാഞ്ജലി ഒക്കെ കഴിക്കുന്നതും വളരെ ഉചിതമായ വഴിപാട് കർമ്മങ്ങളാണ്. ഇങ്ങനെ വഴിപാട് കർമ്മങ്ങൾ കഴിക്കുക. വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും വ്യാപാരികളാണെങ്കിലും ഈ പറഞ്ഞ താരതമ്യേനെ വഴിപാട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല ഫലം കിട്ടിക്കൊണ്ട് പൂർണ്ണമായ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ മകം, പൂരം, ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ മാതാവിൽ നിന്ന് വരുന്ന വേദനകൾ വരുന്ന വാക്കുകളോ അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വരുന്നവരുടെ അലോസര വാക്കുകളോ കുടുംബസമാധാനം കുറയുന്ന അവസരങ്ങളോ കൂട്ടുസുഹൃത്തുക്കളിൽ നിന്ന് തെറ്റാവുന്ന അവസരങ്ങൾ കെട്ടിപ്പടുക്കുകയും അതുമൂലം മാനഹാനികളോ തർക്കങ്ങളൊക്കെ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഇവർ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുന്ന ചില അവസരങ്ങളുണ്ട്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും നേതൃസ്ഥാനത്ത്. പക്ഷേ അത് ആരാണോ ഇതിനെ ശുപാർശ ചെയ്യുന്നത് അവരിൽ നിന്ന് തന്നെ ചില തർക്കദോഷങ്ങളും അല്ലെങ്കിൽ ഈ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ എന്താണോ ഉയർച്ചകൾ സംഭവിച്ച് അതിന് വിലങ്ങുതടിയാവുന്ന അവസരങ്ങളും ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതും അഹിതമായിക്കൊണ്ട് ആരോടും തൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ എത്ര ഉറ്റതോർത്താണെങ്കിൽ പറയാതിരിക്കുകയും തൻ്റെ അടുത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടുമ്പോൾ തീക്ഷ്ണമായിക്കൊണ്ട് ഇടം വരെ നോക്കാതെ മുന്നോട്ട് പോകുന്നതും, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജോലിക്കയറ്റം കിട്ടുമ്പോഴും കീഴുദ്യോഗസ്ഥന്മാരിൽ നിന്നും വിശ്വാസവഞ്ചനകൾ പറ്റാതെ കണ്ട് മുന്നോട്ട് പോകേണ്ടതൊക്കെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണ്. ഇതിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാവിജയങ്ങളൊക്കെ കാണും. തീർച്ചയായിട്ടും ഇവരും അതുപോലെ തന്നെ വിദ്യ തടസ്സങ്ങളില്ലാതിരിക്കാനുള്ള ദേവീക്ഷേത്ര വഴിപാട്, സരസ്വതി ക്ഷേത്ര വഴിപാടൊക്കെ വളരെ നല്ലതായി കാണേണ്ടതാണ്. അങ്ങനെ ഈ ചിങ്ങൻ രാശിയുടെ അധിപനായി വരുന്നത് സൂര്യനാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ 4-ാം ഭാവത്തിലാണ് ഈ സൂര്യൻ സഞ്ചരിക്കുക വൃശ്ചിക മാസത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനോവേദനകൾ വരുന്ന പോലെ തന്നെ ദേഹദോഷങ്ങളും വരാമെന്ന് പറയും. ദേഹദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ജലസംബന്ധിച്ച അസുഖങ്ങളോ അല്ലെങ്കിൽ ശരീര ഊഷ്മാവിൻ്റെ അവസരങ്ങൾ മാറുകയോ ദേഹം കൊണ്ട് വയ്യാതെ വരികയോ ഒക്കെ ഉണ്ടാവാം. ഇതിനെ അലോസരപ്പെടാതെ തന്നെ ക്ഷേത്ര വഴിപാട് വളരെ പ്രാധാന്യമാണ്. ക്ഷേത്ര വഴിപാട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്രം തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ കഴിയും വിധത്തിൽ ഒരു വഴിപാട്. പിന്നെ ദേഹദോഷങ്ങൾക്കും ബുദ്ധി സമാധാനത്തിനും ആയിട്ട് ധാര വഴിപാട് കഴിക്കുക, അത് നിവേദ്യം കഴിക്കുക, അതുപോലെ തന്നെ കടാവളക്ക് കഴിക്കുക. അങ്ങനെ ഈ 3 വഴിപാട് ശിവക്ഷേത്രത്തിൽ കഴിക്കുകയും ശിവക്ഷേത്ര പ്രാർത്ഥനകൾ നടത്തുകയും
ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വരുന്ന ഈ തർക്കദോഷത്തു നിന്ന് സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഇവർ പ്രധാനമായിട്ട് ഈ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് കന്നിരാശിയാണ്. കന്നിരാശിയിലെ ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ചില നേട്ടങ്ങളുണ്ടാവാം. എന്നാൽ ഇവർ വിശ്വസിക്കുന്നവരിൽ നിന്ന് തന്നെ ഒരുപാട് ഉപകാരങ്ങളും സമാധാനവും കിട്ടുന്ന അവസരങ്ങൾ വരും. പക്ഷേ എന്നാൽ അതേപോലെ തന്നെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ഒരു ചില ശത്രുദോഷങ്ങളുണ്ടാവാം. എങ്കിൽ ശത്രുദോഷത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരവും സമാധാനത്തോടെ നേരത്തെ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവാം. അത് വിദ്യാർത്ഥികളാണെങ്കിലും വളരെ സമാധാനത്തോടെ പോകാൻ കഴിയും. അതുപോലെ തന്നെ കൂട്ട് ബിസിനസ് ചെയ്യുന്നത് ചെറിയ തർക്കങ്ങളുണ്ടെങ്കിലും വളരെ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. അതായത് ഒന്നിൽ കൂടുതൽ സുഹൃത്തുക്കളായിക്കൊണ്ട് ചെയ്യുന്ന തൊഴിലിനെ കുറിച്ചാണ് കാണേണ്ടത്. ഒരു ചെറിയ തർക്കങ്ങളുണ്ടാവാം, എങ്കിലും വലുതായി വരാതെ മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ചെറിയ ചില സങ്കടദോഷങ്ങൾ വരാമെന്ന് പറയും. അത് വരുന്നതിൻ്റെ കാര്യകാരണങ്ങൾ എത്തിപ്പെടുമ്പോൾ കൂടെ നിൽക്കുന്നവർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് തർക്കദോഷങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതും പൂർണ്ണമായ സമാധാനത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നതും വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങളെല്ലാം ഉൾക്കൊള്ളുമ്പോഴും ഇവർക്ക് ചെറിയ ചില മനോവേദന ഉണ്ടാവാമെന്ന് പറയും. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഇവർ ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ വിളക്ക്, മാല, കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും ശത്രുദോഷത്തിന് വഴിപാട് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ദേഹദോഷങ്ങൾക്കൊക്കെ വഴിപാട് കഴിക്കുന്നതും ദേഹമുട്ട്, ശത്രുമുട്ടൊക്കെ തീർക്കുന്നതും വളരെ ഉചിതമായ വഴിപാട് കർമ്മങ്ങളാണ്. ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ പ്രത്യേകിച്ച് ഈ വൃശ്യമാസത്തിൽ ഒരുപക്ഷെ ഗുരുതി പുഷ്പാഞ്ജലി ഇല്ല എന്നിരുന്നാലും ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരമാണ്. അതുപോലെ തന്നെ വെള്ളി, ചൊവ്വ ദിവസങ്ങളിൽ വ്രതങ്ങൾ എടുക്കുന്നതും വളരെ നല്ല സ്ഥിതിയിലായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടതും ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം, അതുപോലെ തന്നെ അത്തം, ചിത്രയുടെ അരഭാഗം, ഇങ്ങനെ വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാർ ഈശ്വര വിശ്വാസത്തോടെ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും കഠിന ദോഷത്തിന് മുക്തി നേടാൻ കഴിയുന്ന സ്ഥിതിയിലായിട്ടാണ് കാണേണ്ടത്. തുലാരാശി. തുലാരാശിയിൽ ഇവർക്കിപ്പോൾ തിരക്കടില്ലാത്തൊരു സമയമായിട്ട് തന്നെയാണ് കാണേണ്ടത്. വൃശ്ചികത്തിലേക്ക് സൂര്യൻ്റെ മാറ്റങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകിച്ചും ഈ വിദ്യ നേട്ടങ്ങൾ ചെയ്യുന്നവർക്ക് വിദ്യാർത്ഥികളാണെങ്കിൽ ചെറിയ ചില വിദ്യ തർക്കങ്ങളുണ്ടാവും. അതുകൊണ്ട് വിദ്യാസൂക്ത പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വിദ്യാമുട്ടുകളൊക്കെ തീർക്കുന്നതും സരസ്വതി ക്ഷേത്രത്തിൽ വളരെ നല്ലതാണ്. അതുപോലെ തൊഴിൽപരമായി ചിന്തിക്കുമ്പോൾ തൊഴിലിൽ ചെറിയ ചില ഇഷ്ടക്കുറവ് വരുന്ന സ്ഥലത്തേക്ക് മാറേണ്ടതോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വ്യാപാരങ്ങളാണെങ്കിൽ വിചാരിച്ച പോലെ വ്യാപാരം കിട്ടാത്ത ചില സ്ഥിതികളൊക്കെ ഉണ്ടാവാമെന്ന് പറയും. അതിന് തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടതും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാറ്റിനെയും വിജയിക്കാൻ കഴിയുന്നത് ഹനുമാൻ സ്വാമി തന്നെയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് കുഴച്ചവിൽ അതുപോലെ തന്നെ നിവേദ്യമായിട്ടും നെയ്വിളക്കും വെറ്റിലമാലയും സമർപ്പിക്കുക. അപ്പോൾ ഈ ശത്രുദോഷത്തു നിന്ന് എന്തുകൊണ്ടാണ് വന്ന ശത്രുദോഷം എന്നുള്ളതിനേക്കാൾ തീർക്കുമ്പോൾ അത് ഒരു പരിധിവരെ സമാധാനം കിട്ടും. ഇത് ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് മാനസികമായ പ്രയാസങ്ങളും ദുരിതങ്ങളും വരാം. ആ ദുരിത പ്രയാസങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ വരാൻ ഈ വഴിപാട് ഒരുപാട് ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് കാണേണ്ടത്. പിന്നീട് ഇവർ അതീവ രഹസ്യങ്ങളാവുന്ന കാര്യങ്ങൾ അത് വളരെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണെങ്കിൽ പോലും പറയാതിരിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളോ അതുപോലെ തന്നെ പുതിയ താമസ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതോ ഒക്കെ കുറിച്ച് വളരെ ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലായിട്ടാണ് കാണേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ തരത്തിൽ വിദ്യാസൂക്ത പുഷ്പാഞ്ജലി വിദ്യാമുട്ടൊക്കെ തീർക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിജയം കിട്ടും. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ഈ പറഞ്ഞ വഴിപാട് കഴിക്കുമ്പോൾ അതുകൊണ്ടും വ്യാപാരികൾക്കാണെങ്കിലും തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലൊക്കെ വിജയങ്ങളുണ്ടാവും എന്ന് കാണാവുന്നതാണ്. ഇനി വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ
വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇങ്ങനെ വരുന്ന ഈ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവേ സമാധാന ഐശ്വര്യം തന്നെയാണ് കാണേണ്ടത്. എങ്കിലും ഇവരുടെ രണ്ടാം ഭാവം അത് ചെറിയ തർക്കങ്ങൾ വരാമെന്ന് പറയും. അതായത് ചെയ്യുന്ന തൊഴിൽ അതിൽ സമാധാനം കുറയുന്ന അവസരങ്ങളും അതുമൂലം കലഹങ്ങൾ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കർമ്മസ്ഥാനത്തെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക, കർമ്മസ്ഥാനത്ത് യാതൊരു തടസ്സങ്ങളില്ലാതെ പോകാൻ വേണ്ടി ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സ്ഥിതി തന്നെയാണ് കാണേണ്ടത്. അത് തൊഴിൽ ചെയ്യുന്നവർക്കും ബാധകമാവുന്ന കാര്യങ്ങളായിട്ടാണ് കാണേണ്ടത്. എങ്കിലും ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിന് പരിഹാരങ്ങളായിക്കൊണ്ട് ഇവിടെ വരുന്നതും അതായത് ശുക്രൻ തന്നെയാണ് 2 ഇപ്പോൾ തത്സമയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 5 വരുന്നത് രാഹുവാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഈ നാഗക്ഷേത്ര വഴിപാട് അല്ലെങ്കിൽ നാഗങ്ങൾക്ക് പ്രത്യേകിച്ചും വൃശ്ചികത്തിലൊക്കെ വരുമ്പോൾ നാഗങ്ങൾക്ക് കുറച്ച് തീഷ്ണത കൂടുതലും. അപ്പോൾ നാഗ ആരാധന അതുപോലെ തന്നെ സർപ്പപൂജയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശുക്രൻ എന്ന ഗ്രഹത്തിന് അത് തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാൽപ്പായസം അതുപോലെ തന്നെ വിളക്ക് മാല വഴിപാടും കഴിക്കുന്നതും അതുപോലെ തന്നെ നാഗങ്ങൾക്ക് ഒരു വഴിപാട് കഴിക്കുന്നതൊക്കെ ഈ തർക്ക തടസ്സ ദോഷങ്ങൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ഥിതിയിലായിട്ടാണ് കാണുന്നത്. അതിൽ എടുത്തു പറയുകയാണെങ്കിൽ ഈ വൃശ്ചിക രാശിയിൽ ഏറ്റവും ദോഷങ്ങൾ വരുന്നത് വിശാഖത്തിൻ്റെ കാൽഭാഗമുള്ളൂ, അനിഴം, തൃക്കേട്ട ഈ 2 നക്ഷത്രക്കാരെക്കുറിച്ച് അതായത് മാനസിക പ്രയാസങ്ങളോ മാനസിക ദുരിതങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വഴിപാട് ഒരു പരിധി വരെ ഇവർക്ക് മനസമാധാനം കിട്ടാനും അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ തീരാനും അതുപോലെ തന്നെ ഐശ്വര്യ അഭിവൃദ്ധിക്കൊക്കെ ഉതകുന്ന വഴിപാട് കർമ്മങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് രണ്ടും. സന്താനങ്ങൾ നിമിത്തം വരുന്ന കലഹത്തിനൊക്കെ ഈ നാഗ പ്രാർത്ഥന അല്ലെങ്കിൽ നാഗപൂജ അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കഴിയും വഴിപാട് കഴിക്കുന്നതും വളരെ നല്ലതായിട്ടാണ് കാണേണ്ടത്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ എടുക്കുന്നതും നല്ലതാണ്, കൊടുക്കുന്നതും നല്ലതാണ്. പക്ഷേ എങ്കിലും ചില ശത്രുദോഷങ്ങൾ വരാമെന്ന് പറയും. അത് സ്വന്തം അതായത് കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ ഒക്കെ ശത്രുദോഷം വരാം. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പ്രകോപനമാവുന്ന ദേഷ്യങ്ങൾ കൊണ്ട് ഒരു ശത്രുദോഷത്തെ നേടിയെടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ നേടിയെടുക്കാതിരിക്കാൻ മുൻകോപങ്ങളില്ലാതിരിക്കുകയും അലോസരങ്ങളാവാതെ ഇരിക്കുകയും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ചില നേട്ടങ്ങൾ കയ്യിൽ എത്തിയാലും അത് ചിലപ്പോൾ അനാവശ്യ ചിലവുകൾ വന്നുകൊണ്ട് തന്നെ സംഭവിക്കാം. അത് ഇവരുടെ 4 വരുന്നതും രാഹു തന്നെയാണ്. 5ാം ഭാവം അതുപോലെ തന്നെ വ്യാഴം വക്രത്തിൽ, ഇതൊക്കെ ശത്രുസ്ഥാനത്താണെങ്കിൽ പോലും വക്രത്തിലായ വ്യാഴം കൊണ്ട് നേട്ടങ്ങളാണ്. പിന്നെ 3 ശനിയും ദോഷങ്ങളില്ല. എന്നിരുന്നാലും ഇവർക്ക് മനോവേദനകൾ വരാം. ആ വേദനയ്ക്ക് വരുന്ന കാരണങ്ങളും ശുക്രനെ കൊണ്ടും അതുപോലെ തന്നെ രാഹുവിനെ കൊണ്ടൊക്കെ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല പരിഹാരമായിക്കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും പ്രത്യേകിച്ചും ഈ ധനുരാശിക്കാർക്ക് ഏറ്റവും നല്ലത് തന്നെയാണ്. പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് കഴിക്കുകയും വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നതിനാണ്. പ്രത്യേകിച്ച് ജോലിക്കാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും തീർച്ചയായിട്ടും ഈ ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്രത്തിലെ കഴിയും വഴിപാട് കഴിക്കുന്നതും വളരെ നല്ല ഫലങ്ങളാണ് ചെയ്യുക. അതുപോലെ തന്നെ ആലോചിച്ച് സംസാരിച്ചുകൊണ്ട് വാക്ക് പറയുകയാണെങ്കിൽ വാക്കുകൊണ്ട് വരുന്ന കലഹങ്ങളില്ലാതിരിക്കുകയും മുൻകോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഒരു ശത്രുദോഷത്തു നിന്ന് മാറ്റം വരികയും ചെയ്യും. എങ്കിലും ചില കാര്യങ്ങൾ കൊണ്ട് മാനഹാനികളോ തർക്കങ്ങളോ വരാം. അതിനെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിന് മാറ്റങ്ങളും വരാം. ഇതിൻ്റെ കഠിന ദോഷങ്ങളില്ലാതിരിക്കാൻ ഈ നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ദേഹ കർമ്മ ശത്രു മുട്ടുകളൊക്കെ ദേവീക്ഷേത്രത്തിൽ തീർക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും കൂടി നല്ലതായിട്ടാണ് കാണേണ്ടത്. മകരം രാശിയിൽ
ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം, ഔട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകര രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നേതൃസ്ഥാനത്ത് എത്തിപ്പെടുമ്പോൾ അതോടുകൂടെ തന്നെ ശത്രുക്കളും വരുന്ന പറയാം. അങ്ങനെ ശത്രുക്കളെ കൊണ്ട് ഇവർക്ക് അരോസരപ്പെടുന്ന അവസരങ്ങളും അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ഭാവം അത് 7.5 ശനിയായിട്ടാണല്ലോ കണ്ടത്. അപ്പോൾ 7.5 ശനി കൊണ്ട് വരുന്ന ദോഷങ്ങളും ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഔഷധ സേവ കൊണ്ട് തന്നെ ചില അസുഖങ്ങൾ മാറ്റപ്പെടാൻ കഴിയുന്ന സ്ഥിതിയിൽ വരുന്നതും ഈശ്വര പ്രാർത്ഥന അത് വളരെ ആവശ്യമായിക്കൊണ്ട് തന്നെ കാണുകയും അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ശിവക്ഷേത്രം തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ദേവന് നിവേദ്യവും വിളക്കും മാലയും ദേവന് നിവേദ്യം അതുപോലെ തന്നെ ഒരു കടാവിളക്കും സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഈ വഴിപാട് കൊണ്ട് ഈ 7.5 ശനി ദോഷത്തുനിന്നും ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ട് പൂർണ്ണമായ സന്തോഷത്തോടെ ഈ നക്ഷത്രക്കാർക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിനെയുള്ളൂ. അപ്പോൾ ഇതിൽ തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ച് കൊണ്ടൊക്കെ അനാവശ്യ മനോവേദനകളൊക്കെ ഉണ്ടാവുന്ന പറയും. അതുകൊണ്ട് ശനിയാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ടും 7.5 ശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ശാസ്താവെങ്കിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും ഈ മകര രാശിക്കാരെക്കുറിച്ച് മറ്റൊരു വഴിപാടാണ് ഉദ്ദേശിക്കുന്നത്. കഴിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ വഴിപാട് കഴിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരുവിധ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കൊണ്ട് പൂർണ്ണമായ സമാധാനത്തോടെ പോകാൻ കഴിയും. പ്രത്യേകിച്ചും ഈ വൃശ്യമാസം എന്ന് പറയുന്നത് ശാസ്താവിനും ഐശ്വര്യ അഭിവൃദ്ധി വരുന്ന സമയമായതുകൊണ്ട് തന്നെ മണ്ഡലകാലത്തിൽ വളരെ വ്രതാനുഷ്ഠാനത്തോടു കൂടെ ചെയ്യേണ്ട ഈ വഴിപാട് അഭിഷ്ടഫലം തരും എന്നാണ് കാണേണ്ടത്. ഇനി കുംഭക്കൂറിൽ ഔട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ ജന്മശനി തന്നെയാണ്. ജന്മശനിയെ കൊണ്ട് വരുന്ന വ്യാധികളും ദേഹദോഷങ്ങളും അലോസരങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ പാദങ്ങൾക്കും ദേഹത്തിനൊക്കെ വയ്യായ്കൾ വരാം. അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ഭാവം മീനൻ രാശിയാണ്. അതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളും നാഗങ്ങളാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സമാധാനം തരാത്ത സ്ഥിതികളൊക്കെ ഉണ്ടാവുമെന്ന് പറയും. അത് ജന്മശനി കൂടിയാണല്ലോ. മാത്രമല്ല ഇവർക്ക് മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ച് കൊണ്ട് പറയുമ്പോഴും പൂർണ്ണമായൊരു സമാധാനം കിട്ടില്ല. ശത്രുദോഷം ഉണ്ടോ വെച്ചാൽ ശത്രുദോഷം തന്നെയായിരിക്കും. ഏറ്റവും പ്രാക്ക് ബാധ ശത്രുദോഷങ്ങളൊക്കെ സംഭവിക്കണമെന്ന് പറയുക. കർക്കിടക രാശിയിൽ വരുന്ന ചൊവ്വയെ കൊണ്ടും ചില വിഷമഘട്ടങ്ങളുണ്ടാവും. അപ്പോൾ ചൊവ്വയ്ക്കൊരു വഴിപാട്, അതുപോലെ തന്നെ ജന്മശനിക്കൊരു വഴിപാട്, അതുപോലെ തന്നെ ഇവർക്ക് കേതുവിനെ കൊണ്ടൊരു വഴിപാട്, 2-ൽ വരുന്ന രാഹുവിനെ കൊണ്ടൊക്കെ ഒരു വഴിപാട് കഴിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ വഴിപാടുകളാണ്. അതുകൊണ്ട് ഇവരെ ചെയ്യാൻ ഏറ്റവും നല്ലതായി കാണുന്നത് നവഗ്രഹ പൂജാകർമ്മങ്ങളാണ്. ഈ നവഗ്രഹ പൂജാകർമ്മങ്ങൾ കഴിക്കുമ്പോൾ ജന്മശനി ദോഷങ്ങളും 2-ൽ വരുന്ന നാഗദോഷങ്ങൾക്കും അതുപോലെ തന്നെ ഇവരുടെ ചൊവ്വയുടെ ദോഷത്തിനൊക്കെ സമാധാനം കിട്ടും. അതായത് നവഗ്രഹ പൂജയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വളരെ സമാധാന ഐശ്വര്യത്തോടു കൂടെ തന്നെ 9 ഗ്രഹങ്ങൾക്കും നവഗ്രഹങ്ങൾക്കും പൂജാകർമ്മങ്ങൾ കഴിച്ചുകൊണ്ടും ക്ഷേത്ര ദർശനം നടത്തുന്നതും ജന്മശനി ദോഷത്തിനുമൊക്കെ വളരെ സമാധാനം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഈ വൃശ്യമാസം ആയതുകൊണ്ട് തന്നെ ശനീശ്വര ദേവന് ശനീശ്വര പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ശാസ്താ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും ദേഹദോഷത്തിനും ഒരു പരിഹാരങ്ങളായിട്ടാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും ഇവർക്ക് നല്ല സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് മീനക്കൂറാണ്. മീനരാശിയിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് പുരട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, അങ്ങനെയാണ് 2/4 ഭാഗം. ഈ 2/4 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവർക്ക് അവിചാരിതമായിട്ട് ചില സുഹൃത്ത് ബന്ധം മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ചില നല്ല വശങ്ങൾ അനുഭവിക്കേണ്ട സ്ഥിതികളൊക്കെ ഉണ്ടാവുകയെന്ന് പറയും. അങ്ങനെ വരുമ്പോഴും ഇവർക്ക് ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, തർക്കദോഷങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ വ്യാപാര സ്ഥിതിയിൽ ചില കഷ്ടങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ 2, 3, 4, 5 ഭാവങ്ങൾ മക്കളെ കൊണ്ട് ചില മനോവേദനകൾ വരാം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിന് ഏറ്റവും നന്നായി കാണേണ്ടതും ഇവർക്ക് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇത് മീനൻ രാശിക്കാരെ കുറിച്ച് 2-ൽ വരുന്നത് 2-ാം ഭാവം ചൊവ്വയാണ്. ഈ ചൊവ്വ നിൽക്കുന്നത് ഇപ്പോൾ തത്സമയം കർക്കിടക രാശിയിലാണ്. അപ്പോൾ വീടിനും വീട്ടിലുള്ളവർക്കും മക്കൾക്കും ഒക്കെ ആയി കാണേണ്ടതും അതുപോലെ തന്നെ
സമാധാന ഐശ്വര്യം കിട്ടാനും ആയിക്കൊണ്ട് ചെയ്യേണ്ടതും ഭഗവതിക്ക്, അതായത് തട്ടകത്തിൽ ഭഗവതിക്ക് നക്ഷത്ര ദിനപൂജ കഴിക്കുകയും അതുപോലെ തന്നെ നക്ഷത്ര ദോഷങ്ങൾക്ക് പരിഹാരങ്ങളായിക്കൊണ്ട് വിളക്ക് മാല വഴിപാട് സമർപ്പിക്കുകയും കഴിക്കും. അങ്ങനെ ചൊവ്വാഴ്ച വ്രതങ്ങൾ എടുക്കുന്നതും വളരെ നല്ല ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. ഇത് തട്ടകത്തിൽ ദേവി ക്ഷേത്രത്തിലും ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ വരുന്ന ദേവീക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങളും കുടുംബ ദുരിതദോഷങ്ങളും ഇല്ലാതിരിക്കാനും കുടുംബ ഐക്യമുട്ടായിട്ട് തീർക്കുക. അപ്പോൾ മക്കളുടെ വരുന്ന വിദോഷണ വാക്കുകൾക്ക് പരിഹാരങ്ങളാവും. അതുപോലെ തന്നെ ഭവന മുട്ടായി തീർക്കുക. അപ്പോൾ ഭവനത്തിന് വരുന്ന ദോഷങ്ങൾക്ക് ഒരു പരിഹാരവും. അതുപോലെ തന്നെ കർമ്മ ദേഹമുട്ടുകൾ തീർക്കുക. അങ്ങനെ ഇത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലാണ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നന്നാവും. പിന്നീട് വേണ്ടത് ഗുരുതി പുഷ്പാഞ്ജലിയാണ്. ഒരു പക്ഷേ വൃശ്ചികരാശി ആയതുകൊണ്ട്, വൃശ്ചികമാസം ആയതുകൊണ്ട് ഈ ഗുരുതി പുഷ്പാഞ്ജലി ഇല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ചൊവ്വാഴ്ച വ്രതങ്ങൾ എടുക്കുന്നതും വളരെ നല്ല സമാധാനം കിട്ടും. പിന്നെ 4-ാം ഭാവം ഭവനം, 5-ാം ഭാവം സന്താനം, 2-ാം ഭാവം വാക്ക്, പ്രവൃത്തി, ഇതിനൊക്കെ പൂർണ്ണമായ സമാധാനം കിട്ടാനും ഈ വഴിപാട് കൊണ്ട് ഒരു പരിധി വരെ സമാധാന ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പ്രത്യേകിച്ചും ഈ വൃശ്ചിക മാസം എന്നുള്ളത് ഒരു മണ്ഡലമാസം ആയതുകൊണ്ട് ശാസ്താ ക്ഷേത്രത്തിൽ ദർശനവും കഴിയും വഴിപാട് ശാസ്താവിന് കഴിക്കുകയും സന്തോഷ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്. നിങ്ങൾക്ക് ഏവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.